അപ്പോൾ ഇന്ന് ഗോവ കാർണിവലാണ്. അപ്പോൾ ഇത് മഡ്ഗാവല്ലേ, പത്തോട മഡ്ഗാവിലാണ്, മഡ്ഗാവ് സെൻറ്ററിലാണ് നടക്കുന്നത് കാർണിവൽ. അപ്പോൾ സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മളങ്ങോട്ട് പോവുകയാണ്. കുറേ അവിടെയൊക്കെ ഭയങ്കര തിരക്കായതുകൊണ്ട് നമുക്ക് അവിടെ അടുത്തൊന്നും പാർക്ക് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് ദൂരം വന്നിട്ടാണ് ഞങ്ങൾ പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ. അപ്പോൾ കണ്ടോ ഫ്രണ്ട്സ്, നല്ല തിരക്കാണ് കേട്ടോ. റോഡ് ഫുള്ളായിരുന്നു, നിറയെ വാഹനങ്ങളൊക്കെ ആയിട്ട് റോഡ് ഫുള്ളായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊന്നും പാർക്കിംഗ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് ദൂരത്താണ് പാർക്കിംഗ് ഒക്കെ ചെയ്തതേ. പോവാണ് അങ്ങോട്ട് നടക്കുന്ന സ്ഥലത്തേക്ക്, ഫ്ലോട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതേപോലെ കുറേ മാസ്കും ഇങ്ങനെയുള്ള വൈബ്രന്റ് ഐറ്റംസ് ഒക്കെ അവർ ഇങ്ങനെ വിൽക്കൂട്ടോ. കാരണം ഈ ഒരു ടൈമിൽ, ഈ ഒരു കാർണിവൽ ടൈമിൽ എല്ലാവരും അത് വാങ്ങിയൊക്കെ വിൽക്കും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വെച്ചിരുന്നു, ഇപ്രാവശ്യം വെറുതെ അത് വാങ്ങി വെറുതെ പൈസ കളയണ്ടല്ലാന്ന് വെച്ചിട്ടൊന്നും വാങ്ങിയില്ല. മാസ്കും ഇങ്ങനെ തൊപ്പിയൊക്കെ ആയിട്ട്, തൊപ്പി തന്നെ ഇങ്ങനെ പലതരം ഐറ്റംസ് ഒക്കെ ഇല്ലേ ഈ തലയിലൊക്കെ വെക്കുന്ന, അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇത് കണ്ടോ, അവിടെ നടക്കുന്ന സ്ഥലത്ത്, ആ കാറിന് പ്രൊസഷൻ പോകുന്ന സ്ഥലത്ത് നല്ല തിരക്കാണ്. ഞങ്ങള് എവിടെയെങ്കിലും പോയിട്ടൊന്ന് നോക്കട്ടെ, വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് നല്ലൊരു സ്ഥലം വേണമല്ലോ നിൽക്കാൻ. അപ്പൊ അങ്ങനെ നോക്കി നോക്കി ഞങ്ങൾ പോവായിരുന്നു. കണ്ടോ, ഫോറിനേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് എല്ലാ വർഷവും ഗോവയിൽ നടക്കുന്നതാണ്. സമ്മറിന്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങിലാണ് ഇങ്ങനത്തെ കാർണിവൽസ് നടക്കുന്നത്. നല്ല ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട്, നല്ല വൈബ്രന്റ് കളേഴ്സിലൊക്കെ ഉള്ള നല്ല ഡ്രസ്സൊക്കെ ആയിട്ടായിരിക്കും എല്ലാവരും സ്ട്രീറ്റ് പെർഫോമൻസേഴ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ ഈ കാർണിവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഗോവയുടെ തനത് എന്താ പറയുക, അതിന്റെ ട്രഡീഷനും ആ ഒരു കൾച്ചറൊക്കെ ഷോക്കേസ് ചെയ്യുന്ന ഒരു കാർണിവലാണ് ഇത്. ഇത് കണ്ടോ, ഇത് നമ്മളുടെ ഇന്ത്യൻ നേവിയുടെ പ്രൊസഷനാണ്. അത് കഴിഞ്ഞിട്ട് ഇതേ ഗോവ ട്രാഫിക് പോലീസിന്റെ ഒരു ചെറിയൊരു ഫ്ലോട്ട് ഉണ്ടായിരുന്നു. അവരുടെ തീമാണിത്. കണ്ടോ, ഇതേപോലെ ആളുകൾ ഫാൻസി ഡ്രസ്സിലൊക്കെയാണ് വരുന്നത്. ഇത് അതിൽ പങ്കെടുക്കുന്ന ആളുകൾ മാത്രമല്ല കേട്ടോ, കാണാൻ വരുന്ന ആളുകളൊക്കെ ഇതേപോലെ തന്നെ ഫാൻസി ഡ്രസ്സും ഐറ്റംസ് ഒക്കെ വെച്ചിട്ടൊക്കെയാണ് അവിടെ നിൽക്കുന്നതും ഒക്കെ. കണ്ടോ, അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ, ഗോവ കാർണിവല്? അപ്പൊ ഗോവ കാർണിവൽസ് ഒക്കെ സമ്മറിലാണ് നടക്കുന്നത്. ഇത് വിവാ കാർണിവൽ ആണ്, ഗോവ വിവാ കാർണിവല്. ഓൾറെഡി നോർത്തില് പഞ്ചിമില് ഓൾറെഡി കഴിഞ്ഞു. പിന്നെയായിരുന്നു ഇത് സൗത്തില് വന്നത് ഈ കഴിഞ്ഞ ഞായറാഴ്ച. അവർക്ക് ഓരോ ഫ്ലോട്ടിനും ഓരോ മെസ്സേജസ് ഉണ്ട് കേട്ടോ. ഇതിപ്പോ ലങ്സ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, ട്യൂബർകുലോസിസിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു. കണ്ടോ, ഗോവയുടെ ആ ഒരു ട്രഡീഷനും കൾച്ചറൊക്കെ ഷോക്കേസ് ചെയ്യുന്ന പരിപാടികളൊക്കെയാണ് അവർ അവതരിപ്പിക്കുന്നത് അവിടെ. ഇത് കണ്ടോ, അമ്മച്ചിമാരുടെ ഒക്കെ ഡാൻസ് ഒക്കെ കണ്ടോ, ട്രഡീഷണൽ ഡാൻസ് ഒക്കെയാണ് അവരുടെ ഡ്രസ്സിങ് രീതിയും എല്ലാം. ഇതൊന്നും നമുക്ക് എപ്പോഴും കാണാനൊന്നും പറ്റില്ല. ഇതേപോലുള്ള കാർണിവൽസ് ഒക്കെ വരുമ്പോൾ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ പണ്ടുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ കാണാനൊക്കെ പറ്റുള്ളൂ. ഇത് റാബിസിന്റെ ആ ഒരു ഇതാണ്, എഡ്യൂക്കേഷനാണ് കൊടുക്കുന്നത്. പേവിഷബാധയ്ക്കെതിരായിട്ടുള്ള, പേവിഷബാധയ്ക്ക് നമ്മൾ ഇതെടുക്കില്ലേ, നമ്മുടെ കുത്തിവയ്പ്പ്, അതിന്റെ. അപ്പോൾ നെക്സ്റ്റ് ടൈം എല്ലാവരും ഞങ്ങളുടെ കൂടെ ഈ കാർണിവലൊക്കെ കാണാനായിട്ട് ഇങ്ങോട്ട് വരണം കേട്ടോ. അപ്പൊ ഇതൊരു മാർച്ചിലായിരിക്കും നടക്കുന്നത്, മാർച്ച് തുടക്കം. അപ്പൊ എല്ലാവരും വന്ന് ഇതൊക്കെ ഒന്ന് കാണണം കേട്ടോ. നമ്മുടെ കേരളത്തിൽ ഇതേപോലെ കുറെ പ്രൊസഷൻസ് ഒക്കെ നടക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ ഗോവയുടെ എന്തായാലും കണ്ടിട്ടുണ്ടാവില്ലല്ലോ, ഒരു തവണയെങ്കിലും കാണണം. കാരണം അതിന്റെ നമ്മൾ കാണുന്ന ഗോവ അല്ലാണ്ട് ഒരു ട്രഡീഷൻ, അവരുടെ ട്രഡീഷനൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്.
കണ്ടോ, നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന പല സാധനങ്ങളും പല പ്രവൃത്തികളും ഒക്കെയാണ് അവരെ കാണിക്കുന്നത്. നമ്മൾ അരി കുത്തുന്നതൊക്കെ പണ്ടത്തെ രീതിയിൽ അതൊക്കെയാണ് അവരെ കാണിച്ചു കൊണ്ട് പോകുന്നത്. ഇതിപ്പോ കാണിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോവൻസ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ അവരുടെ ജോലികളെയൊക്കെ പറ്റിയാണ്. അതായത് അവരെന്തൊക്കെയായിരുന്നു വരുമാനത്തിന് വേണ്ടി ചെയ്തിരുന്നത്. ചിലർ കൃഷിയായിരിക്കും, ചിലർ കല്ലുപണിക്കാര്, മരപ്പണിക്കാര്, പിന്നെ ഇതേപോലെ തന്നെ ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി വെക്കുന്ന ആളുകളിൽ പാവ്, അതൊക്കെയാണ് അവരാ കാണിച്ചത് കേട്ടോ. ഈ ഡാൻസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. അവരുടെ ഡ്രസ്സാണെങ്കിലും ഒരു എന്താ പറയാ, ഒരു നല്ല വൈബ്രന്റ് കളേഴ്സിലൊക്കെ നല്ലൊരു വൈബ് തരുന്ന ഡ്രസ്സിലെ നല്ല സ്റ്റെപ്സിലൊക്കെയാണ് അവർ ഡാൻസ് കളിക്കുന്നത്. ചില ആളുകൾ ഇതേപോലെയുള്ള ഇങ്ങനത്തെ ഡാൻസ് ആയിരിക്കും. ചിലത് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടതുപോലെ അവരുടെ ആൻസിയന്റ് ആയിട്ടുള്ള അവരുടെ ടൈമിൽ അവർ അവരുടെ ഉണ്ടായിരുന്ന കലകളൊക്കെയാണ്, ആ ഡാൻസ് പെർഫോമൻസ് ഒക്കെയാണ്, ആ ഡാൻസ് ഫോംസ് ഒക്കെയാണ് അവർ കാണിച്ചത്.
ഇത് കണ്ടോ, ഗോവൻസിന്റെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗമായിരുന്നു കേട്ടോ ഇവിടെ ഈ വക ബേക്കറി സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ബേക്കറി എന്ന് ഉദ്ദേശിക്കുന്നത് ഇതേപോലെ പാവ്, ബർഗർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ ഗോവൻസ് നന്നായിട്ട് പണ്ടേ മുതലേ ഉണ്ടാക്കും. ഇപ്പോഴും കുറേ അങ്ങനത്തെ ബേക്കറികളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല പണ്ടേ മുതലുണ്ടായിരുന്നു. അപ്പൊ നമ്മളുടെ ഈ പോർച്ചുഗീസുകാരൊക്കെ വന്നിട്ട് അവരെ പഠിപ്പിച്ച് അങ്ങനെ അവര് ആ ഒരു വരുമാന മാർഗമാക്കി മാറ്റിയതാണ് അതൊക്കെ. ഇത് കണ്ടോ, കശുമാവിന്റെ ഒക്കെ തോട്ടം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ഗോവൻസിന്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും, ഗോവയിൽ ഏറ്റവും കൂടുതലുള്ളത് കശുമാവിന്റെ ട്രീസ് ആണ്. അപ്പൊ അവരുടെ ഒരു മെയിൻ വരുമാനമായിരുന്നു ഈ കശുമാവ് തോട്ടം, അതിന്റെ ബിസിനസ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ കശുവണ്ടി നട്ട്സ് ആയാലും പിന്നെ ഉറാക്ക്, ഫെനിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ, കൂടുതലൊന്നും പറയണ്ട. പിന്നെ ഈ കാണുന്നതാണ് നമ്മളുടെ ഫിഷിങ്. അതായത് ഗോവയിൽ പിന്നെയുള്ള ഒരു മെയിൻ ആയിട്ടുള്ള അവരുടെ വരുമാന മാർഗമാണ് നമ്മളുടെ കടൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് മത്സ്യത്തൊഴിലാളികളാണ് ഗോവൻസ് ഒരു മിക്കവരും. അപ്പൊ അതിനെ ഇതായിട്ടുള്ള ഒരു ഫ്ലോട്ടാണ് ഈ കാണുന്നത്.
ഇതിപ്പോ പണ്ട് നമ്മൾ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഈ മൊബൈലും ടി വിയും ഒക്കെ ആയിട്ട് നമ്മളെല്ലാവരും ബിസിയാണല്ലേ. പണ്ട് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് കളിക്കാനും ഒക്കെ ആയിട്ടൊക്കെ അല്ലേ, എല്ലാം ഗ്രൗണ്ടിലൊക്കെ ആയിരിക്കും എല്ലാവരും കൂടി ഫ്രണ്ട്സ് ഒക്കെ കൂടി. അപ്പോൾ അതിൻ്റെ കാണിച്ചിട്ടുള്ള ഒരു ഇതാണ് കുട്ടികൾ കളിക്കുന്നതും അവർ തമ്മിൽ വഴക്കിടുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു ഇതാണ് ഫ്ലോട്ടാണ് കാണിച്ചത്. ഇത് കൃഷിയും പിന്നെ അവർ നെയ്ത്തില്ലേ, നമ്മൾ പായൊക്കെ നെയ്യുന്ന അതേപോലെ തന്നെ നെയ്ത്തും അതിൻ്റെ കാണിച്ചുകൊണ്ടുള്ള ഒരു ഫ്ലോട്ടാണ്. ഇത് നമ്മൾ മൊസ്കിറ്റോസിനെതിരെ എടുക്കേണ്ട പ്രിക്കോഷൻസ്, മൊസ്കിറ്റോസ് വഴിയുള്ള രോഗങ്ങളൊക്കെ വരാണ്ടിരിക്കാനുള്ള നമ്മൾ ചെയ്യേണ്ട പ്രിക്കോഷൻസിനെയൊക്കെ പറ്റിയിട്ടുള്ള ഒരു തീമിലുള്ളൊരു ഫ്ലോട്ടാണിത്.
ഇത് പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, സേവ് ഗേൾ ചൈൽഡ്സ് അല്ലെ, പെൺകുഞ്ഞുങ്ങളെ നമ്മൾ സേവ് ചെയ്യുന്നതും. അതായത് ഇപ്പൊ ഈ ചില സ്ഥലങ്ങളിലൊക്കെ പെൺകുഞ്ഞാണെന്നൊക്കെ അറിയുമ്പോൾ എന്താ പറയാ, ശിശുഹത്യയൊക്കെ നടക്കുന്നതല്ലേ, അതിനെതിരെ ആയിട്ടുള്ള ഒരു ഫ്ലോട്ടാണ്. അതായത് പെൺകുട്ടികൾ എന്തൊക്കെ ഭാവിയിൽ അവരെന്തൊക്കെ ആയിത്തീരും എന്ന് കാണിക്കുന്ന ഒരു നല്ലൊരു മെസ്സേജിലുള്ള ഒരു ഫ്ലോട്ടാണ്. ഇത് പിന്നെ സൈക്ലിങ്ങിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ഫ്ലോട്ടായിരുന്നു. അതായത് നമ്മൾ ഇന്നത്തെ കാലത്ത് അധികം ആളുകൾ സൈക്ലിംഗ് ഒന്നും ചെയ്യാറില്ല, പക്ഷെ അറിയാലോ സൈക്ലിംഗ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉപയോഗങ്ങൾ. നമ്മളുടെ ഫിസിക്കൽ ഹെൽത്തിന് ഏറ്റവും നല്ല ഒരു എക്സസൈസ് തന്നെയാണ് സൈക്ലിംഗ്. അപ്പോൾ നമ്മൾ ഉപേക്ഷിച്ചു പോയ ആ പല കാര്യങ്ങളും നമ്മൾ ഇനി എന്താ പറയുക, ഈ ലൈഫിൽ നമ്മൾ കൊണ്ടുവന്നെ. കാരണം നമ്മൾക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ വർക്കൗട്ട് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. ആളുകൾ ഇപ്പൊ ജിമ്മിലൊക്കെ പോകുന്നുണ്ട്, അതൊക്കെ കണ്ടോ. ഇതിൽ കാണുന്നത് പോലെ പണ്ട് ജീവിച്ചിരുന്ന എല്ലാവരും സൈക്കിളിന്റെ പുറത്തായിരുന്നു അവരുടെ ജീവിതം തന്നെ എന്ന് പറയാം. അവർ ജോലിക്ക് പോകുന്നത്, അതിപ്പോ ഒരു ഡോക്ടർ ആയിക്കോട്ടെ, പോലീസ് ഓഫീസർ ആയിക്കോട്ടെ, ഒരു എന്താ പറയാ വേറെ വള വിൽക്കുന്ന ആളുകളായിക്കോട്ടെ, ആരായാലും പട്ടാളം ആരായാലും പണ്ട് അവര് സൈക്കിളാണ് ഉപയോഗിച്ചിരുന്നത്. ആ ഒരു മെസ്സേജ് ഇവിടെ അവര് നല്ല രീതിക്ക് പ്രസന്റ് ചെയ്തിട്ടുണ്ടല്ലേ. സംഭവം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളുടെ ഈനാമ്പേച്ചിക്കാണ് ആള്. അതായത് ഇന്ന് നമുക്ക് ഈ ഈനാമ്പേച്ചികൾക്ക് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒന്നും കാണാനില്ല. അപ്പൊ ഇത് നമ്മളുടെ നേച്ചറിന് നല്ല ഒരു ഉപയോഗമുള്ള ഒരു സാധനമായിരുന്നു ഈ ഈനാമ്പേച്ചികൾ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഫോറസ്റ്റുകളിലേക്കുള്ള ടെർമൈറ്റ്സിനെയൊക്കെ ഇത് നശിപ്പിച്ചിട്ട് നമ്മളുടെ സോയിലിന്റെ ആ ഒരു ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിരുന്ന അനിമൽസ് ആണ് ഈ ഈനാമ്പേച്ചികൾ എന്ന് പറയുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത്
കുഞ്ഞാമ്പൂച്ചികളുടെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു പ്രക്രിയ ചെയ്യാനായിട്ട് ഇവിടെ ആരും ഇല്ലാത്ത അവസ്ഥയാണ്. അതായത് അതൊക്കെ നമ്മളുടെ നേച്ചർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണല്ലേ. പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ട് അവർ തന്നെ ദൈവം തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഈ മൃഗങ്ങളും ഇതൊക്കെയാണ് ഇതൊക്കെ. പക്ഷെ ഇതൊക്കെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കണ്ടറിയാം ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെയായിരിക്കും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവുകയെന്ന്. Kai bore dista June, July, August Ropat asta Shetan shetkamti Sheta apli costa Lan burge pausat Watson vista Zog laune marta Gol maru zopeta Gol godandista Kide pori mota Vadol mod suta Rutu murdon pota. അപ്പൊ നിങ്ങൾ ആരെങ്കിലൊക്കെ കൗണ്ട് ചെയ്തോ ഇത് എത്രാമത്തെ ഡാൻസ് പെർഫോമൻസ് ആണ് ഇവിടെ നടക്കുന്നതെന്ന്? എന്തായാലും ഒരു 10 ആയിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? കണ്ടോ അമ്മച്ചിമാരൊക്കെ എന്നിട്ടാണ് മീൻ വിൽക്കുന്നതും പിന്നെ ചിലവരിത് ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഗോവ കാർണിവൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് ഇയർ എന്തായാലും വരണം. ഒരു ഫെബ്രുവരി എൻഡിലോ മാർച്ച് ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്കിലൊക്കെ ആയിട്ടായിരിക്കും നടക്കുന്നത്. അപ്പോൾ എല്ലാവരും വന്ന് ഇതൊക്കെ കാണണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, ഫുള്ളായിട്ടിരുന്ന് കാണണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ.
അപ്പൊ കാർണിവലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഇറങ്ങി കേട്ടോ.